നമസ്കാരം. ഇന്ത്യ കാത്തിരുന്ന ഒരു ചരിത്ര വിധിക്ക് തന്നെയാണ് സുപ്രീം കോടതിയിലൂടെ ഇപ്പോൾ രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. പ്രതിപക്ഷം നിരന്തരമായി നടത്തിവന്ന ഒരു നിയമ പോരാട്ടം, അതും ആ പോരാട്ടം ലക്ഷ്യമിട്ടത് ഇലക്ഷൻ കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ സുതാര്യത ഉറപ്പാക്കുക എന്നതായിരുന്നു. ഈ പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ രാഹുൽ ഗാന്ധി എന്ന നേതാവാണ്. അദ്ദേഹം സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ശ്രമിച്ചത് സാധാരണക്കാർക്ക് പോലും മനസ്സിലാവുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലും നിയമരംഗത്തും നിർണായകമായ ഒരു വഴിത്തിരിവാണ് സുപ്രീം കോടതിയുടെ സമീപകാല നീക്കങ്ങളെല്ലാം തന്നെ. കോടിക്കണക്കിന് ഇന്ത്യക്കാർ ഉറ്റുനോക്കിയ ഒരു സുപ്രധാന വിധി. പതിറ്റാണ്ടുകളായി നമ്മുടെ ജനാധിപത്യത്തിൻ്റെ നട്ടെല്ലായി നിലകൊണ്ട ഇലക്ഷൻ കമ്മീഷൻ്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ട ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. പ്രതിപക്ഷത്തിൻ്റെ നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്കും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള പോർമുഖത്തിനും ഒടുവിൽ ഈ വിഷയം അത് പരമോന്നത നീതിപീഠത്തിൻ്റെ മുൻപിലെത്തിയിരിക്കുകയാണ്. ഒരുപക്ഷെ സുപ്രീം കോടതിക്ക് പോലും ഇത്രയധികം അധികാരം ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടോ എന്ന് പലരും അത്ഭുതപ്പെട്ടേക്കാം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങളിലെ നിഷ്പക്ഷതയില്ലായ്മയെക്കുറിച്ചുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്കാണ് ഈ നിയമ പോരാട്ടം ഇപ്പോൾ ഊർജം നൽകിയിരിക്കുന്നത്. ബീഹാറിൽ വലിയ ജനകീയ പിന്തുണയാണ് രാഹുൽ ഗാന്ധിക്ക് ഇപ്പോൾ വോട്ട് അധികാർ യാത്രയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണ രാഷ്ട്രീയ റാലികളിൽ നിന്ന് വ്യത്യസ്തമായി വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കേന്ദ്രീകരിച്ചാണ് രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ നീക്കം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യതയെക്കുറിച്ചുള്ള സംശയങ്ങൾ വീണ്ടും പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷയമാക്കി മാറ്റുകയാണ്. ഈ യാത്രയിലൂടെ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും BJPയെയും നേരിട്ട് വെല്ലുവിളിക്കുകയാണ്. ബീഹാറിലെ ഗ്രാമീണ മേഖലകളിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്രയ്ക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം എന്ന് വർദ്ധിപ്പിക്കുന്നതായും രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ദേശീയ താൽപ്പര്യങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തുവെന്നും ഇതിന് ഭരണകക്ഷിയുടെ പിന്തുണയുണ്ടായിരുന്നുവെന്നും പ്രതിപക്ഷം വാദിച്ചു. നിലവിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ടുള്ള ജ്ഞാനേഷ് കുമാറിൻ്റെ കാര്യത്തിലും വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ സംബന്ധിച്ച് ആശങ്കകൾ ഉയർത്തുകയും അദ്ദേഹത്തിൻ്റെ നിയമനത്തിലെ സുതാര്യത അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഈ നിർണായക വിഷയങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ രാഹുൽ ഗാന്ധി വിജയിച്ചത് അദ്ദേഹത്തിൻ്റെ നിയമ രാഷ്ട്രീയ പോരാട്ടങ്ങളിലെ ഒരു സുപ്രധാന നേട്ടമായി തന്നെ കണക്കാക്കാൻ സാധിക്കും. ഇതോടെ സുപ്രീം കോടതി ഒരു നിർണായക നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമായി. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പ്രത്യേകിച്ചും ബീഹാറിൽ ഇലക്ഷൻ കമ്മീഷന്റെ നടപടിക്രമങ്ങൾ അത് സുപ്രീം കോടതി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചു. അതോടൊപ്പം തന്നെ ഇലക്ഷൻ പ്രക്രിയകൾക്ക് മേൽനോട്ടം വഹിക്കാൻ പുതിയ ഒരു സ്വതന്ത്ര ഏജൻസിയെ നിയമിക്കുന്ന കാര്യവും കോടതി പരിഗണിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ നിയമിക്കുന്ന സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായി ഉൾപ്പെടെയുള്ളവർ അംഗമായിരിക്കണമെന്ന് പ്രതിപക്ഷം ഔദ്യോഗികമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. നിലവിലെ കമ്മീഷണറുടെ നിയമനം ഏകപക്ഷീയമായി ഭരണകക്ഷി കൈക്കൊണ്ട തീരുമാനമാണെന്ന വാദമാണ് ഈ ആവശ്യത്തിന് പിന്നിൽ. പ്രതിപക്ഷം തകർന്നു പോകുമെന്ന പലരുടെയും പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി അവർക്ക് ലഭിക്കുന്ന പിന്തുണ ഇപ്പോൾ വർദ്ധിച്ചു വരുന്നുവെന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. ഭരണകക്ഷിയുടെ സഖ്യകക്ഷികളിൽ നിന്ന് പോലും പ്രതിപക്ഷത്തിന് പിന്തുണ ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വാദങ്ങളിലെ ആ വസ്തുതയും അതോടൊപ്പം തന്നെ കഴമ്പും അത് പൊതുജനങ്ങളും രാഷ്ട്രീയ നേതാക്കളും തിരിച്ചറിയുന്നു എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. ഈ നിയമ പോരാട്ടവും അതിലെ സുപ്രീം കോടതിയുടെ നിർണായകമായിട്ടുള്ള ഇടപെടലുകളും അതും തീർച്ചയായിട്ടും ഇന്ത്യൻ ജനാധിപത്യത്തിന് പുതിയൊരു ദിശാബോധം നൽകുന്ന ഒന്ന് തന്നെയാണ്. തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൻ്റെ വിശ്വാസ്യത ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമമെന്ന നിലയിൽ തീർച്ചയായിട്ടും ഈ സംഭവത്തെ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായിട്ടുള്ള സ്വാധീനം ചെലുത്തുമെന്ന കാര്യം നിസ്സംശയം നമുക്ക് പറയാനായിട്ട് സാധിക്കും.